ഹായ് ഫ്രണ്ട്സ്, അമ്മൂസ് ആൻഡ് പാത്തൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാൽ പോകാം വീഡിയോയിലേക്ക്. ഈ വീഡിയോ ഏകദേശം ഒരു 2 മാസത്തിന് മുന്നേ ആയിരിക്കും എടുത്തത്. 2-3 മാസമായി കാണും. ഞങ്ങളുടെ പള്ളിയിലെ യൂത്തിൻ്റെയും ബാലജന സഖ്യത്തിൻ്റെയും കീഴിലുള്ള സംഘടനയുടെ കീഴിലാണ് ഈ ടൂർ പ്ലാൻ ചെയ്തത്. അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോഴേക്കും ഇത് വോയിസ് കൊടുക്കാൻ എനിക്ക് ഭയങ്കര മടി. അങ്ങനെയാണ് ഇത് നീണ്ടുപോയത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഏകദേശം നേരം വെളുത്തതിന് ശേഷമാണ് ഇറങ്ങിയത്. 6 മണിക്കാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ 6 മണിക്ക് ഇറങ്ങി. രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ തിരുവനന്തപുരം ജില്ലയ്ക്ക് അകത്തുള്ള സ്ഥലങ്ങളാണ് കാണാൻ പോകുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് കിടക്കുന്ന സ്ഥലങ്ങളും. അപ്പോഴും ആദ്യം പോയത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ അടുത്തുള്ള തൃപ്പരപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് പോയത്. അപ്പോൾ ഫുഡൊന്നും ആരും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോഴും പള്ളിയിലുള്ള തന്നെ ഈ സംഘടനയിൽ കീഴിലുള്ള ആൾക്കാർ തന്നെയാണ് ഫുഡെല്ലാം റെഡിയാക്കി ഈ YMCയുടെ ഒരു ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഈ തൃപ്പരപ്പിൻ്റെ അടുത്ത് തന്നെ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നേരെ അടുത്ത് തൃപ്പരപ്പ് വന്ന് വെള്ളച്ചാട്ടം ഒക്കെ കണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് പാർക്കിലൊക്കെ കുറച്ച് കളിച്ചു. പിള്ളേർക്ക് പറ്റിയ സ്ഥലം ബാലജന സഖ്യത്തിൻ്റെ കീഴിലായതുകൊണ്ട് പിള്ളേർ തന്നെയാണ് കൂടുതലും. അങ്ങനെ പിന്നെ അവർക്ക് വേണ്ടി തന്നെയാണ് 1 ഡേ ടൂറ് പ്ലാൻ ചെയ്തത്. അങ്ങനെ പിന്നെ കുറേ നേരം പാർക്കിലെല്ലാം കളിച്ചതിന് ശേഷം അടുത്ത് വന്നത് ഒരു ലെമോർ ബീച്ച് എന്നാണ് സ്ഥലത്താണ്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഞങ്ങൾ അങ്ങനെ ഇതിൻ്റെ അകത്ത് ഇത്രയും ലെമോർ ബീച്ച് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം ഉണ്ടോ എന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു തമിഴ്നാടാണെന്ന് തോന്നുന്നു, തമിഴ്നാട്ടിലുള്ളതാണ്. അപ്പോഴും അങ്ങനെ അവിടെ വന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു. നടന്ന് നല്ല വെയിലൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വേളാങ്കണ്ണി പോയപ്പോൾ വാങ്ങിയ തൊപ്പി പിന്നീട് ഉപയോഗമേ വരില്ല എന്ന് കരുതി. പക്ഷേ ഇവിടെ വന്നപ്പോഴേക്ക് നല്ലോണം ഉപകരിച്ചു. അത് ഭയങ്കര വെയിലായിരുന്നു. കാരണം 1 ഡേ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ദിവസം പകൽ ഫുള്ളും ആ വെയിലത്ത് തന്നെ നടക്കേണ്ടി വരും. കാരണം ഇല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോകാൻ പറ്റില്ല എവിടെയെങ്കിലും. പക്ഷേ ഇവിടെ വൈകുന്നേര സമയങ്ങളിൽ വരാനും നടക്കാനും ഒക്കെ നല്ല വൈബാണ്. ഞങ്ങൾ പോയപ്പോഴേക്ക് നട്ടുച്ചയായിരുന്നു. അപ്പോൾ ഉച്ച വെയിലും അങ്ങനെ ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു തണലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരിക്കുമായിരുന്നു. ഈ വൈകുന്നേര സമയങ്ങളിൽ വന്നിരിക്കാനൊക്കെ നല്ല സ്ഥലമാണ്. നടക്കാനും കുറേ ദൂരമൊക്കെ ഉണ്ട്. അപ്പോൾ നടക്കാനൊക്കെ അങ്ങനെ ഞങ്ങൾ ആ ലെമൂർ ബീച്ചിൻ്റെ അടുത്തേക്ക് എത്താറായി. അങ്ങനെ അതിൻ്റെ ഗേറ്റാണ് എൻട്രി വന്നിട്ട് 2 ഇടത്തുണ്ടെന്ന് തോന്നുന്നു. ഈ ഗേറ്റ് പൂട്ടിയിട്ടിരിപ്പുണ്ടായിരുന്നു. അപ്പോഴേ അതിൻ്റെ ഇപ്പുറത്ത് കൂടെ ഒരു ഗേറ്റുണ്ട്. അപ്പോൾ അതുവഴിയാണ് കയറുന്നത്. സംഭവം ഇതിൻ്റെ അകത്തൂടെ വരുമ്പോഴേക്കും നമ്മൾ സാധാരണ സ്ഥലം പോലെ തോന്നിപ്പോകും. പക്ഷേ എല്ലാ പാർക്കും പോലെ തോന്നും. ബീച്ചിൻ്റെ ആ ഒരു സൈഡ് പോലെ തോന്നും. പക്ഷേ ഇതിൻ്റെ അങ്ങോട്ട് ആ സ്റ്റെപ്പൊക്കെ കയറി പോയി കഴിഞ്ഞാൽ വേറൊരു ഫീലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഏത് രാജ്യത്ത് പോയ ഒരു ഫീൽ തോന്നും. അങ്ങനെ അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. അങ്ങനെ പക്ഷേ വെയിലായതുകൊണ്ട് അത്രയ്ക്കും ആസ്വദിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ പിന്നെ തണലത്ത് കയറിയിരുന്നു. ഞാൻ അങ്ങ് കടലിൻ്റെ അടുത്തൊന്നും പോയില്ല. നല്ല ആഴമുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്ന ആരൊക്കെയോ ഇതിൽ മുങ്ങി മരിച്ചെന്ന് എന്തൊക്കെ ന്യൂസിലുണ്ടായിരുന്നെന്ന്. അങ്ങനെ ഞങ്ങൾ കുറേ പേര് ഈ തണലത്തൊക്കെ കയറിയിരുന്നു. പിന്നെ ചേട്ടനും അമ്മൂസും കുറച്ച് ദൂരമൊക്കെ പോയി. ഞാൻ ഇവിടുന്ന് പോയിട്ടേ ഇല്ല. ആ മരത്തിൻ്റെ മുട്ടിൽ തന്നെ ഇരുന്ന് അങ്ങനെ കുറേ നേരമൊക്കെ ഇരുന്ന് പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല പ്ലേസാണ്. പിന്നെ കുറേ നേരമൊക്കെ തണലുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നേരം ഇരിക്കാൻ തോന്നും. എങ്കിലും ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടെ നല്ലോണം വെയിലുണ്ടായിരുന്നു. വെയിൽ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിള്ളേരെയും വെച്ചിട്ട്. പിന്നെ ഒരു ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇരിക്കാൻ സുഖമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തണലുള്ളിടത്ത് കുറേ നേരമൊക്കെ ഇരിക്കാൻ രസമുണ്ട്. അപ്പോൾ കുറച്ച് വൈകുന്നേര സമയങ്ങളിലെല്ലാം പോയി കഴിഞ്ഞാൽ നല്ലൊരു വൈബാണ് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനാണെങ്കിൽ ഫുൾ ടൈം അവിടെ ഇരിപ്പായിരുന്നു. ഇതൊക്കെ നോക്കിയിട്ട് നല്ല ഭംഗിയുണ്ട് ഇവിടെ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട്. ഫുൾ നീല കളറ്, അങ്ങനെ നല്ല വൃത്തിയുണ്ട്. കോവളം ബീച്ചിനൊക്കെ കാലം നല്ല രസമുണ്ട് ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നേരെ ഉച്ചയ്ക്ക് ഫുഡെല്ലാം കഴിച്ച് അതും YMCയുടെ ഒരു ഹാളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയി ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം അടുത്ത് കന്യാകുമാരിയിലെ ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ക്യൂലായിരുന്നു വന്ന് നിന്നത്. അതൊരു നീണ്ട ക്യൂ തന്നെ ഉണ്ടായിരുന്നു. കുറേ സമയം വെയിറ്റ് ചെയ്ത്. പിന്നെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ട്. കുറേ കടകൾ, സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷേ കുറേ സമയം നിന്നിട്ട് അവിടെ 4 മണി വരെ എന്തോ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ക്ലോസ് ആകുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങളുടെ വരി അവിടെ ഏകദേശം എത്താറായപ്പോഴേക്കും അവിടെ പൂട്ടി. അങ്ങനെ ഞങ്ങൾക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടിയിട്ട് പറ്റിയില്ല.
പിന്നെ ദൂരെ നിന്ന് ഇതുപോലെ കണ്ടിട്ട് വരേണ്ടി വന്നു. പിന്നെ ഇത് അമ്മൂന് കടലിൽ കളിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ കുറേ നേരമൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ ഇറങ്ങിയില്ല, ഞാൻ പാത്ത് ഭയങ്കര ഉറക്കമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ ഇരിപ്പായിരുന്നു. എനിക്ക് കടലിൽ ഇറങ്ങണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പാത്ത് നല്ല ഉറക്കമായതുകൊണ്ട് പിന്നെ ഇറങ്ങാൻ പറ്റിയില്ല. അമ്മ നല്ലോണം എൻജോയ് ചെയ്ത്, ചേട്ടനും എൻജോയ് ചെയ്ത് അവർ രണ്ടുപേരും കടലിലൊക്കെ കുറേ നേരമൊക്കെ കളിച്ചു. പാത്ത് ഉണ്ടായിരുന്നെങ്കിൽ കളിക്കായിരുന്നു. പക്ഷേ അവൾ ഉറക്കമായതുകൊണ്ട് ഞാനും